Good morning. Good morning, ma'am. Good morning, Miss. Good morning, Miss. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് ആയിരുന്നു അല്ലെ? എത്ര വരെ നമ്മൾ പറഞ്ഞു? എന്തായിരുന്നു ആ റൂളിൽ പറഞ്ഞത്? എന്തായിരുന്നു റൂള് വന്നത്? ഒരാൾ പറഞ്ഞു എന്തായിരുന്നു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ്? എന്തായിരുന്നു ആരും വായിച്ചില്ലേ? ഹലോ. ശരണ്യ പറഞ്ഞോളൂ. പരിസ്ഥിതിപര മന്ത്രാലയമാണ് നമ്മുടെ ഹോസ്പിറ്റലിന് കൃത്യമായി വേസ്റ്റ് സംസ്കരിക്കേണ്ടതിനെ കുറിച്ച് കണ്ടെത്തിയ ഒരു റൂള് പുറപ്പെടുവിച്ചത്. അത് ഫസ്റ്റ് ആ റൂള് പുറപ്പെടുവിച്ചത് 1998 പിന്നീട് അത് 2000 ആദ്യമായിട്ട് ഫസ്റ്റ് അമെൻമെന്റ് ഡേറ്റ് ഇറക്കി. പിന്നെ അതിനുശേഷം സെക്കൻഡ് അമെൻമെന്റ് 17/9/2003 അതിനുശേഷം 2018 2019 അത് ഏകീകൃതമായ ഒരു ശുപാർശയാണ് അതിൽ അവർ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോർഷൻ നോക്കാം കേട്ടോ നമുക്ക്. ഇനി നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ് ആസ് പെർ ലോ. ഓക്കെ, രണ്ട് ലോ പറയുന്നുണ്ട് കേട്ടോ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റില്. രണ്ട് ലോ ആണ് പറയുന്നത്. ഫസ്റ്റ് ലോ എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് ഷാൽ നോട്ട് ബി കമ്പൈൻഡ് വിത്ത് അതർ വേസ്റ്റ്. ഫസ്റ്റ് ലോ പറയുന്നത് എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് ഷാൽ നോട്ട് ബി കമ്പൈൻഡ് വിത്ത് അതർ വേസ്റ്റ്. അതർ വേസ്റ്റിനെ കൂടിയിട്ട് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് കമ്പൈൻ ചെയ്യാനായിട്ട്, കമ്പൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സംയോജിപ്പിക്കാനായിട്ട് പാടില്ല. മറ്റു വേസ്റ്റുകളോട് കൂടി ചേർത്തുകൊണ്ട് ഈ ബയോമെഡിക്കൽ വേസ്റ്റുകള് കമ്പൈൻ ചെയ്യിപ്പിക്കാൻ പാടില്ല. അതാണ് ഫസ്റ്റ് ലോ ആയിട്ട് പറയുന്നത്. ഇനി സെക്കൻഡ് ലോ എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് shall be separated into containers or bags at the point of generation prior to its storage, transportation, treatment and removal. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ബയോമെഡിക്കൽ വേസ്റ്റ് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് അത് കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് ട്രീറ്റ്മെന്റുകൾ നടത്തി കറക്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്പോസൽ ചെയ്ത് കളയണം. അങ്ങനെ കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? എൻവയോൺമെന്റിനായാലും അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കായാലും പേഷ്യൻസിനായാലും എന്തുണ്ടാവും? ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ റിമൂവൽ ഡിസ്പോസൽ ചെയ്യേണ്ടതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സെപ്പറേറ്റ് ഇൻടു കണ്ടെയ്നേഴ്സ്. നമ്മൾ അടുത്ത പോർഷനിൽ പഠിക്കും കേട്ടോ, നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഓരോ വേസ്റ്റുകൾ പല പല വേസ്റ്റുകളും ഹോസ്പിറ്റലിൽ ഉണ്ടാവും അല്ലെ? അങ്ങനെയുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകൾ സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സിലോ അല്ലെങ്കിൽ ബാഗുകളിലോ ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം ഫൈനൽ ഡിസ്പോസലിലേക്ക് എത്തിക്കാനായിട്ട്. ക്ലിയർ ആയോ? ഓക്കെ, സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സിൽ ആക്കണം. മനസ്സിലായോ? ഡിസ്പോസല് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് അത് ട്രാൻസ്പോർട്ടേഷൻ നടത്തി ട്രീറ്റ്മെന്റ് ചെയ്ത് റിമൂവൽ ഫൈനൽ ഡിസ്പോസലിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് ഈ ഓരോ വേസ്റ്റുകളും സെപ്പറേറ്റ് ബാഗുകളിലോ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിലോ ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ രണ്ട് ലോ ആണ് പറഞ്ഞത് ബയോമെഡിക്കൽ വേസ്റ്റിലെ. ഇമ്പോർട്ടന്റ് ആണ് ബയോമെഡിക്കൽ വേസ്റ്റിലെ രണ്ട് ലോ ആണ് പറഞ്ഞത്. ഒന്ന് പറഞ്ഞത് എന്തായിരുന്നു?
അതർ വേസ്റ്റുകൾ തമ്മിൽ ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ സംയോജിപ്പിക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞത് നമ്മൾ ഫൈനൽ ഡിസ്പോസലിന് വേണ്ടിയിട്ട് കൊണ്ടുപോകും അല്ലെ ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ. ആ ബയോമെഡിക്കൽ വേസ്റ്റുകൾ സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സിലോ ബാഗുകളിലോ ആക്കിയതിനു ശേഷം ആയിരിക്കണം എന്തിനു കൊണ്ടുപോകാനായിട്ട്, റിമൂവല് ചെയ്ത് കളയാനായിട്ട്. ക്ലിയർ ആയോ രണ്ട് ലോയും? ഇനി എന്താണ് ഡ്യൂട്ടി ഓഫ് ഒക്യുപ്പയർ? ഓക്കെ, ഒക്യുപ്പയർ എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷൻ കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയാണ് ഒക്യുപ്പയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ നോക്കാം അയാളുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ് ബയോമെഡിക്കൽ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ്. It shall be the duty of each occupant of a facility producing biomedical waste, which comprises a hospital, nursing home, clinic, dispensary, veterinary institution, animal house, pathological laboratory, blood bank, by no matter what name called, to take all steps to make sure that such waste is handled without any negative impact to human health and the environment. എന്താ പറയുന്നത്, ഈ നമ്മൾക്ക് ഇങ്ങനെയുള്ള വേസ്റ്റുകൾ ബയോമെഡിക്കൽ വേസ്റ്റുകൾ എന്തിൽ നിന്നെല്ലാമാണ് കിട്ടുന്നത്? ഹോസ്പിറ്റലുകളിൽ നിന്നുണ്ടാവും, അതുപോലെ തന്നെ നഴ്സിംഗ് ഹോം, ക്ലിനിക്കുകള്, അതുപോലെ തന്നെ ഡിസ്പെൻസറീസ് അല്ലെ, അതുപോലെ തന്നെ വെറ്റിനറി ആനിമൽസിന്റെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന്, അതുപോലെ തന്നെ പാത്തോളജിക്കൽ അല്ലെ, പാത്തോളജിക്കൽ ലബോറട്ടറിയിൽ നിന്ന്, ബ്ലഡ് ബാങ്കിൽ നിന്നൊക്കെ കിട്ടുന്ന ഇങ്ങനെയുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഹ്യൂമൻസിനോ അല്ലെങ്കിൽ ഹ്യൂമനിന്റെ ഹെൽത്തിനോ, നമ്മൾക്ക് പൊതുജനങ്ങളുടെ ഹെൽത്തിനോ അതുപോലെ തന്നെ എൻവയോൺമെന്റിനോ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാത്ത വിധത്തില് അവർക്ക് രണ്ടുപേർക്കും, പ്രകൃതിക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും ദോഷകരം ഉണ്ടാക്കാത്ത രീതിയിൽ വേണം എന്ത് ചെയ്യാനായിട്ട്? ഡിസ്പോസൽ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഡ്യൂട്ടി ആരുടേതാണ്? ഒക്യുപ്പയറുടേതാണ്. മനസ്സിലായോ എന്താണെന്നുള്ളത്? ഡ്യൂട്ടി ഓഫ് ഒക്യുപ്പയർ. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിൽ നിന്നും നഴ്സിംഗ് ഹോം, ഡിസ്പെൻസറി, വെറ്റിനറി ഹോസ്പിറ്റൽസ്, അതുപോലെ പാത്തോളജിക്കൽ ലബോറട്ടറി, ബ്ലഡ് ബാങ്ക് ഇവയിൽ നിന്നും കിട്ടുന്ന ഇങ്ങനെയുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഓക്കെ, അപ്പൊ അവയിൽ നിന്നും കിട്ടുന്ന വേസ്റ്റുകൾ നമ്മള് എന്താണ് പ്രകൃതിക്കോ അല്ലെങ്കിൽ ഹ്യൂമൻ ഹെൽത്തിനോ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാത്ത വിധത്തിൽ, അവർക്ക് ദോഷകരം ഉണ്ടാക്കാത്ത രീതിയിൽ വേണം അത് ഡിസ്പോസൽ ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള ഡ്യൂട്ടിയാണ് എന്ത് ഒക്യുപ്പയറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഒക്യുപ്പയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷൻ ഏരിയയിലെ ഒരു കൺട്രോൾ ചെയ്യുന്ന, അഡ്മിനിസ്ട്രേഷൻ ഏരിയ കൺട്രോൾ ചെയ്യുന്ന വ്യക്തി, അയാളെയാണ് നമ്മൾ പറയുന്നത് ഒക്യുപ്പയർ. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, ആ ലോ ആൻഡ് ഡ്യൂട്ടി ഓഫ് ഒക്യുപ്പയർ എന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, ഡൗട്ടൊന്നുമില്ല അല്ലെ? ഇനി നെക്സ്റ്റ് ആണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്. പ്രോസസ്സുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെ പല പല സ്റ്റെപ്പുകൾ ഉണ്ട് കേട്ടോ. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. The hospital waste like body parts, organs, tissues,
blood and body fluids along with solid linen, cotton, bandages and plaster cuts from infected and polluted area are important into properly gathered, separated, stored, removed, handled and disposed of in safe approach to avoid nosocomial and hospital developed illness. എന്താ പറയുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിലെ പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത്? നമ്മൾ പഠിച്ചു ഓരോ ഹോസ്പിറ്റൽ വേസ്റ്റുകൾ ഉണ്ടാവും അല്ലെ. എന്തൊക്കെയാണ്? ബോഡി പാർട്സിൽ നിന്നുള്ള വേസ്റ്റുകൾ, അതുപോലെ ഓർഗൻസ്, ടിഷ്യൂസ്, ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡുകള്, ബാൻഡേജ്, അങ്ങനെയുള്ള അതുപോലെ തന്നെ ലിനൻ, കോട്ടൺ വേസ്റ്റുകള്. അപ്പൊ ഇവയെല്ലാം എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റുകളാണ്. അപ്പൊ അങ്ങനെയുള്ള വേസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് അത് കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് സെപ്പറേറ്റർ ആക്കി മൂവ് ചെയ്ത് പിന്നെ എന്ത് ചെയ്യണം? ഫൈനൽ ഡിസ്പോസലിന് അയക്കണം അല്ലെ. ഓക്കെ, ഫൈനൽ ഡിസ്പോസൽ അതെന്താണ്? ഡിസ്പോസൽ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്ത് കളയേണ്ടത് അത്യാവശ്യമാണ്. എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് അത് മൂവ് ചെയ്ത് ഹാൻഡിൽ ചെയ്ത് നമ്മൾ ഫൈനൽ ഡിസ്പോസൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെ ഫൈനൽ ഡിസ്പോസൽ ചെയ്തില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്? എന്തൊക്കെയാ സംഭവിക്കുന്നത് പറഞ്ഞു നോക്കിയാൽ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പോ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരത്തിലുള്ള വേസ്റ്റുകള് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നല്ല പ്രോപ്പർ ആയിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. സെപ്പറേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സെപ്പറേറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലാക്കി സ്റ്റോർ ചെയ്ത് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്ത് അത് ഡിസ്പോസൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി നോക്കിയേ, the process is as follows. First one എന്താണ്? Waste collection. ഫസ്റ്റ് one ആണ് waste collection. Waste collection is a step in the procedure of waste management. Is moving of solid waste to the point of treatment or landfill from the point of usage and disposal. എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് അല്ലെ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് വേസ്റ്റ് കളക്ഷൻ എന്നത്. ഇങ്ങനെ നമ്മൾ വേസ്റ്റ് കളക്ട് ചെയ്തുകൊണ്ട് ഇവിടെ കണ്ടോ നിങ്ങള് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ ലാൻഡ് ഫിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും അറിയോ ലാൻഡ് ഫിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്? എന്താണ് ലാൻഡ് ഫിൽ അറിയോ? ഏരിയ ആണ്. ഓക്കെ, വേറെ എന്തെങ്കിലും? ഓക്കെ, ലാൻഡ് ഫിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് വേസ്റ്റുകൾ ഡിസ്പോസൽ ചെയ്ത് കളയാറില്ലേ? ഇല്ലേ? പ്രോപ്പർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേസ്റ്റുകൾ ഡിസ്പോസൽ ചെയ്ത് കളയണം അല്ലെ. അപ്പൊ ഈ ലാൻഡ് ഫിൽ എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ. ഓക്കെ, അപ്പൊ ഒരു ഏരിയ ആണ് ഇവിടെ. ഓക്കെ, വേസ്റ്റ് ഡിസ്പോസൽ ചെയ്ത് കളയുന്നത്. ഓക്കെ, അപ്പൊ ആളൊഴിഞ്ഞൊരു പ്രദേശം നോക്കി എടുത്തുകൊണ്ട് അവിടെ പ്രോപ്പർ ആയിട്ട് വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ലാൻഡ് ഫിൽ എന്ന് പറഞ്ഞാൽ കേട്ടോ. ആളൊഴിഞ്ഞൊരു പ്രദേശം നോക്കിയാണ് അവര് എടുത്ത് അത് എന്ത് ചെയ്ത് കളയുന്നു? ആ വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്ന പ്രോസസ്സാണ് ലാൻഡ് ഫില്ലിൽ നടക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, ആളൊഴിഞ്ഞ പ്രദേശം അല്ലെങ്കിൽ എന്താണ്? ആളുകൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ട് അല്ലെ. ഇൻഫെക്ഷൻ സംഭവിക്കാം ഈ വേസ്റ്റുകൾ കൊണ്ട്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ലാൻഡ് ഫിൽ എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സിൽ നടക്കുന്നത്. ഓക്കെ, വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ആളൊഴിഞ്ഞ പ്രദേശം നോക്കി എടുത്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്നത്. അപ്പോ വേസ്റ്റ് കളക്ഷനിൽ നമ്മൾ പറയുന്നത് എല്ലാ വേസ്റ്റുകളും പ്രോപ്പർ ആയിട്ട് കളക്ട് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് അത് ഡിസ്പോസലിന് വിധേയമാക്കുന്നു. ക്ലിയർ ആയോ? അവിടെ നടക്കുന്ന പ്രോസസ് ആണ് കേട്ടോ വേസ്റ്റ് കളക്ഷനിൽ നടക്കുന്ന. അതാണ് അവിടെ പറയുന്നത് പ്രോപ്പർ ആയിട്ട് വേസ്റ്റുകൾ നമ്മൾ കളക്ട് ചെയ്ത്
അത് സ്റ്റോർ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് ഡിസ്പോസലിന് വിധേയമാക്കുന്നു. ഓക്കെ, ലാൻഡ് ഫില്ലൊക്കെ ഇനി നെക്സ്റ്റ് ബോക്സിൽ നമ്മൾക്ക് പറയുന്നുണ്ട് കേട്ടോ, അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആവും. ഇനി നെക്സ്റ്റ് ആണ് ഇത് സഗ്രിഗേഷൻ. സഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സഗ്രിഗേഷൻ, എന്താ സഗ്രിഗേഷൻ? വേർതിരിക്കൽ അല്ലെ? വെരി ഗുഡ്, വേർതിരിക്കൽ അല്ലെങ്കിൽ തരംതിരിക്കൽ അല്ലെ? വേർതിരിക്കുക. ഓക്കെ, സഗ്രിഗേഷൻ മീൻസ് ഇറ്റ്സ് simple to stop a spread of illness, make it simple to choose from the disposal choice, and can lessen the burden of the post treatment system and protection against the injuries. നമ്മൾ പറഞ്ഞു അല്ലെ, ഇൻജുറീസ് നമ്മൾ പറഞ്ഞു പ്രോപ്പർ ആയിട്ട് നമ്മള് ഓരോ വേസ്റ്റുകളും സെപ്പറേറ്റ് ആയിട്ടുള്ള ബാഗുകളിലോ അല്ലെങ്കിൽ കണ്ടെയ്നറുകളിലോ ആക്കണം അല്ലെ. നമ്മള് വേർതിരിക്കാറുണ്ട് ഓരോ വേസ്റ്റുകൾ. നമ്മള് ഓരോ കാറ്റഗറീസ് നമ്മൾ പഠിക്കൂ കേട്ടോ. നെക്സ്റ്റ് ഇതിൽ പഠിക്കാം, ബോക്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോ വേസ്റ്റുകൾ നമ്മള് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? തരംതിരിക്കണം അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യണം? തരംതിരിച്ചുകൊണ്ട് അതാത് ബോക്സുകളിലോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അതതിന്റെ എന്താണ് കണ്ടെയ്നറുകളിലോ ബാഗുകളിലോ ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മള് ഡിസ്പോസലിന് വിധേയമാക്കുന്നത്. ക്ലിയർ ആയോ? സഗ്രിഗേഷൻ എന്ന് പറഞ്ഞാല് അത്രയും മാത്രം മനസ്സിലാക്കാം, തരംതിരിക്കുക. ഓക്കെ, ഇപ്പൊ വേസ്റ്റ് കളക്ഷൻ ആണ് ഫസ്റ്റ് പറഞ്ഞത്, അതിനുശേഷം പറഞ്ഞത് സഗ്രിഗേഷൻ. ഓക്കെ, ഇനി നമുക്കൊരു ബോക്സ് നോക്കാം കേട്ടോ. ബോക്സിൽ ഫസ്റ്റ് വൺ ആണ് വേസ്റ്റ് കാറ്റഗറി. ഓരോ കാറ്റഗറീസ് കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഓരോ കാറ്റഗറീസ് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് വേസ്റ്റ്. ഓരോ കാറ്റഗറീസിനും ഓരോ പേരുകളുണ്ട്, ഏത് ടൈപ്പ് ആണ് എന്നുള്ളത് കേട്ടോ. ഇനി എന്താണ്? കളർ ആൻഡ് ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സ്. ഇനി ഓരോ വേസ്റ്റുകളും ഓരോ കാറ്റഗറീസിനും വേസ്റ്റുകൾ സെപ്പറേറ്റ് ആക്കി നമ്മൾ തരംതിരിക്കും. ആ വേസ്റ്റുകൾ സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? തരംതിരിക്കുന്നുണ്ട് അല്ലെ. അത് ഓരോ ബാഗുകളിലോ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിലോ ആക്കിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള കളർ കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ കളർ ബാഗ്സ് ഉണ്ടാവും. അതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നിക്ഷേപിക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ് ഉണ്ട്. ട്രീറ്റ്മെന്റ്, ഇനി എങ്ങനെയാണ് ആ വേസ്റ്റുകൾ നമ്മള് ഡിസ്പോസൽ നിർമ്മാർജ്ജനം ചെയ്ത് കളയുന്നത്? ഓരോ വേസ്റ്റിനും ഓരോ ഡിസ്പോസൽ മെത്തേഡുകൾ ഉണ്ട് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ഓരോന്നും പഠിക്കണം. ബോക്സ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് വേസ്റ്റ് കാറ്റഗറി, ടൈപ്സ് ഓഫ് വേസ്റ്റ്, കളർ ആൻഡ് ടൈപ്സ് ഓഫ് കണ്ടെയ്നേഴ്സ്, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ്. കാറ്റഗറി നോക്കിയേ. കാറ്റഗറി 1 എന്താണ്? ഹ്യൂമൻ അനാറ്റോമിക്കൽ വേസ്റ്റ്. എന്തായിരിക്കാം ഹ്യൂമൻ അനാറ്റോമിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാല്? ഏതൊക്കെയാണ് വേസ്റ്റുകളായിട്ട് വരുന്നത് പറഞ്ഞു നോക്കിയേ. ടിഷ്യൂസ് വരും, ബോഡി പാർട്സ് ഉണ്ട്, ഹ്യൂമൻ ആൻഡ് ഓക്കെ ഓർഗൻസ് വരും. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് ഹ്യൂമൻ അനാറ്റോമിക്കൽ വേസ്റ്റിൽ വരുന്നത് അല്ലെ. ഓക്കെ, ഹ്യൂമൻ ടിഷ്യൂസ്, ഓർഗൻസ്, ബോഡി പാർട്സ്, ഇത്തരത്തിലുള്ള വേസ്റ്റുകളാണ് നമ്മൾ അതില് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇനി ഏത് തരത്തിലുള്ള ബാഗിലാണ് അത് നമ്മൾ നിക്ഷേപിക്കുന്നത്, സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത്? ഏത് കളർ ബാഗ്സിലാണ്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗുകളിലാണ് നമ്മള് ഈ ഹ്യൂമൻ അനാറ്റോമിക്കൽ വേസ്റ്റ് നമ്മള് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി അതിന് ഉപയോഗിക്കുന്ന ഡിസ്പോസൽ മെത്തേഡ് ഏതാണ്? ഡിസ്പോസൽ മെത്തേഡ് ഇൻസിനറേഷൻ അല്ലെ. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. ഇൻസിനറേഷൻ ഇൻസിനറേഷൻ ഓർ ഡീപ്പ് ബ്യൂറിയൽ അല്ലെ. നമ്മൾ എന്ത് ചെയ്യും? കത്തിച്ച് കളയാ അല്ലെങ്കിൽ എന്ത് ചെയ്യാ? ദഹിപ്പിക്കാം. ഓക്കെ, രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. കത്തിച്ച് കളയാം അല്ലെ, ദഹിപ്പിക്കുന്നത്. ഓക്കെ, ഇൻസിനറേഷൻ ആഷ് ആയിട്ട് വരും അല്ലെ. അപ്പൊ ഇൻസിനറേഷൻ മെഷീൻ ആണ്, അതിലൂടെ ആ വേസ്റ്റുകളെ നമ്മൾ ഡംപ് ചെയ്ത് അത് ദഹിപ്പിച്ച് കളയുമ്പോൾ ആഷ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ അത്?
ഓക്കെ, നെക്സ്റ്റ് ആണ് കാറ്റഗറി 2 അനിമൽ വേസ്റ്റ്. എന്തൊക്കെയാ വരുന്നത് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. കാറ്റഗറി 2 അനിമൽ വേസ്റ്റ് ആണ്. അനിമൽസിന്റെ ടിഷ്യൂസ്, ഫ്ലൂയിഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്താ, അനിമൽസ് ഫ്ലൂയിഡ്സ്, അനിമൽസ് ബ്ലഡ്, അതുപോലെ അവരുടെ എന്താണ് മൃതദേഹങ്ങൾ അല്ലെ, അവശിഷ്ടങ്ങൾ ഉണ്ടാവും, ബ്ലീഡിംഗ് പാർട്സ് ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അനിമൽ വേസ്റ്റിൽ വരുന്നത് കേട്ടോ. നിങ്ങൾക്കറിയാലോ, ജസ്റ്റ് ഒന്നോ രണ്ടോ വെച്ച് ഓർത്ത് വെച്ച് പഠിക്കാം കേട്ടോ അനിമൽ വേസ്റ്റ്. ഓക്കെ, ഏതൊക്കെയാണെന്ന് ചോദിക്കാറില്ല, എന്നിരുന്നാലും കൂടി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതണം. ഓക്കെ, അപ്പൊ അനിമൽ വേസ്റ്റ് ഏതാണ്, കാറ്റഗറി ഏതാണ്, അതുപോലെ ഇനി പഠിക്കാനുള്ളത് നമുക്ക് അനിമൽ വേസ്റ്റ് ഏത് ബാഗുകളിലാണ്, ഏത് തരത്തിലുള്ള, ഏത് കളർ ബാഗിലാണ് നമ്മൾ ഡംപ് ചെയ്യുന്നത്. ഓക്കെ, യെല്ലോ. ഓക്കെ, യെല്ലോ പ്ലാസ്റ്റിക് ബാഗുകളിലാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത് അല്ലെ. ഓക്കെ, ഇനി എന്താണ്, ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ എങ്ങനെയാണ് ഡിസ്പോസൽ ചെയ്യുന്നത്? ഇൻസിനറേഷൻ ആണ് കേട്ടോ. അപ്പൊ മാറിപ്പോവരുതേ, ഹ്യൂമൻ അനാറ്റോമിക്കൽ വേസ്റ്റ് ഇൻസിനറേഷൻ ആണ്. അതുപോലെ തന്നെ ഓർത്ത് വെച്ച് പഠിക്കാം ഏതൊക്കെയാണ് ഇൻസിനറേഷനിൽ വരുന്നത്. ഓരോ കാറ്റഗറീസും ഓർത്ത് വെച്ച് പഠിക്കണം. ഓരോ കോഡുകളോ എന്തെങ്കിലും ഉണ്ടാക്കി പഠിച്ചാൽ മതി, നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഹ്യൂമൻ അനാറ്റോമിക്കൽ വേസ്റ്റും അനിമൽ വേസ്റ്റും വരുന്നത്, ഡിസ്പോസൽ മെത്തേഡ് ആയിട്ട് വരുന്നത് ഇൻസിനറേഷൻ ആണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ ബാഗുകള് സെയിം തന്നെയാണ്, യെല്ലോ പ്ലാസ്റ്റിക് ബാഗുകളാണ്. ഇനി എന്താണ്, കാറ്റഗറി 3 വരുന്നത് ഏതാണ്? മൈക്രോബയോളജി, ബയോടെക്നോളജി വേസ്റ്റ്. എന്താണ് മൈക്രോബയോളജി? മൈക്രോബയോളജി എന്ന് പറഞ്ഞാല് എന്താണ്? വെരി ഗുഡ്, സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ് അല്ലെ, വൈറസ്, ബാക്ടീരിയ പോലുള്ള അതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് നമ്മൾ പറയുന്ന ഈ മൈക്രോബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ പഠനത്തിന്റെ ഫലമായിട്ട് നമുക്ക് സാമ്പിൾസ് ഒക്കെ വേസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇവയുടെ പഠനത്തിന്റെ ഇപ്പോ ബാക്ടീരിയ, വൈറസുകളെ കുറിച്ചുള്ള പഠനമാണെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ പഠിക്കുമ്പോൾ പലതരത്തിലുള്ള സാമ്പിൾ വേസ്റ്റുകൾ വരുന്നുണ്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, മൈക്രോബയോളജി വേസ്റ്റ് ആയിട്ട് വരുന്നത്. ഇനി ബയോടെക്നോളജി വേസ്റ്റ് എന്തായിരിക്കും? ബയോടെക്നോളജി വേസ്റ്റ് വെരി ഗുഡ്, സെൽസ്, സ്പെസിമെൻ. ഓക്കെ, നമ്മൾ ഈ DNA മോഡിഫിക്കേഷൻ അല്ലെ, അതുപോലെ തന്നെ സെൽസ് ക്രിയേഷൻ ഒക്കെ നടത്തുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന വേസ്റ്റുകളെയാണ് നമ്മൾ ബയോടെക്നോളജി വേസ്റ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? DNA മോഡിഫൈ, അതുപോലെ തന്നെ ഈ സെൽസ് ക്രിയേഷൻ ഒക്കെ നടത്തുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന വേസ്റ്റുകൾ കേട്ടോ. ബയോളജിക്കൽ പ്രോസസ് ഓഫ് വേസ്റ്റ്. ഓക്കെ, അങ്ങനെയുള്ള വേസ്റ്റുകളാണ് ഈ മൈക്രോബയോളജിയും അതുപോലെ തന്നെ ബയോടെക്നോളജി വേസ്റ്റുകളായിട്ട് പറയുന്നത്. കാറ്റഗറി നമ്പർ 3 ആണ്. ഇനി അതിന്റെ വേസ്റ്റുകൾ നമ്മൾ എങ്ങനെയാണ്, ഏത് ബാഗുകളിലാണ് സെപ്പറേറ്റ് ചെയ്തിടുന്നത്? യെല്ലോ ഓർ റെഡ് കേട്ടോ. 2 തരത്തിലുള്ള കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. യെല്ലോ ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗ് ഓർത്ത് വെക്കാം. ഓക്കെ, മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റുകൾ നമുക്ക് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത് പ്ലാസ്റ്റിക് ഓർ യെല്ലോ ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗ്. അതുപോലെ തന്നെ അതിന്റെ എന്താണ്, ഡിസ്പോസൽ മെത്തേഡുകൾ ഉണ്ട്. ഓക്കെ, 3 തരത്തിലുള്ള ലോക്കൽ ഓട്ടോക്ലേവിംഗ്. എന്താണ് ഓട്ടോക്ലേവിംഗ്? ഓർമ്മയുണ്ടോ? വെരി ഗുഡ്. എന്താണ്? സ്റ്റീം സ്റ്റെറിലൈസേഷൻ അല്ലേ. ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ എന്ത് ചെയ്തു വെക്കുന്നത്? സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ട് അണുക്കളെ നശിപ്പിച്ചു കളയുന്നു. ഓർമ്മ വരുന്നുണ്ടോ? ഒരാള് മാത്രം പറഞ്ഞല്ലോ കേട്ടോ ഓട്ടോക്ലേവിന്റെ കാര്യം. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എവിടെയാ പഠിച്ചത്? ഏത് ചാപ്റ്ററിലാ പഠിച്ചത് നമ്മൾ ഓട്ടോക്ലേവിംഗ്? അത് ഓർമ്മയില്ല? മറക്കുന്നുണ്ടാവും പേജുകൾ അല്ലെ. ഏത് ചാപ്റ്ററിലാണ്? CSSD. ഓക്കെ.
CSSD ട്ടോ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ ഓട്ടോക്ലേവ് ഒന്നല്ലെങ്കിൽ ഓട്ടോക്ലേവ് അല്ലെ, സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ട് നമ്മള് അതിനെ അണുക്കളെ നശിപ്പിച്ച് കളയുന്നു. അതുപോലെ തന്നെ മൈക്രോവേവിംഗ്. എന്തായിരിക്കും മൈക്രോവേവിംഗ് എന്ന് പറഞ്ഞാല്? എന്താണ് മൈക്രോവേവിംഗ് അറിയോ? എന്താണെന്നുള്ളത്? ഹൈ ഫ്രീക്വൻസി വേവിന്റെ സഹായത്തോട് കൂടിയിട്ട് സൂക്ഷ്മാണുക്കളെ നശിപ്പിച്ചു കളയുന്ന പ്രോസസ്സാണ് മൈക്രോവേവിംഗ്. ഓക്കെ, ഹൈ ഫ്രീക്വൻസി ഹീറ്റ് ചെയ്തിട്ട്. മൈക്രോവേവിംഗ് എന്ന് പറഞ്ഞാല് ഹൈ ഫ്രീക്വൻസി വേവ്സിന്റെ ഹെൽപ്പോട് കൂടി, സഹായത്തോടു കൂടി സൂക്ഷ്മാണുക്കളെ നശിപ്പിച്ചു കളയുന്നു. ഒന്നുകൂടി പറയാം, ഹൈ ഫ്രീക്വൻസി വേവ്സിന്റെ സഹായത്തോടു കൂടി സൂക്ഷ്മാണുക്കളെ നശിപ്പിച്ചു കളയുന്ന പ്രോസസ്സ്, അതിനെയാണ് മൈക്രോവേവിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഹൈ ഫ്രീക്വൻസി വേവ്സിന്റെ സഹായത്തോടു കൂടി സൂക്ഷ്മാണുക്കളെ നശിപ്പിച്ചു കളയുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ഇൻസിനറേഷൻ. നമുക്കറിയാം അല്ലെ, ഇൻസിനറേഷൻ മെത്തേഡും എന്ത് ചെയ്യുന്നുണ്ട്? ഈ മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, വേസ്റ്റുകൾ ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് മൈക്രോബയോളജി? കാറ്റഗറി നമ്പർ 3 ആണ്. മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റുകളാണ് അതിനകത്ത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഈ വേസ്റ്റുകള് ഏതൊക്കെ ബാഗുകളിലാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത്? യെല്ലോ ആൻഡ് റെഡ് പ്ലാസ്റ്റിക് ബാഗ് ആണ്. അതുപോലെ തന്നെ ഡിസ്പോസൽ മെത്തേഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് 3 തരത്തിലുള്ള മെത്തേഡ് ഉണ്ട് കേട്ടോ, അത് ഓർത്ത് വെക്കാം. ഏതൊക്കെയാണ്? ലോക്കൽ ഓട്ടോക്ലേവിംഗ്, സ്റ്റീം സ്റ്റെറിലൈസേഷൻ, അതുപോലെ തന്നെ മൈക്രോവേവിംഗ്, ഹൈ ഫ്രീക്വൻസി വേവ്സ് യൂസ് ചെയ്തുകൊണ്ട് ഇത് ചെയ്യുന്നു, അണുക്കളെ നശിപ്പിച്ച് കളയുന്നു. അതുപോലെ ലാസ്റ്റ് വണ്ണാണ് ഇൻസിനറേഷൻ. ഇൻസിനറേറ്ററുകളില് അമിഷനുകളില് വേസ്റ്റുകൾ ഡംപ് ചെയ്തുകൊണ്ട് ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്ത് കിട്ടുന്നു? ആഷ് ആയിട്ട് കിട്ടുന്നു അല്ലെ, കത്തിച്ചു കളയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് കാറ്റഗറി നമ്പർ 4. ഏത് തരത്തിലുള്ള വേസ്റ്റുകളാണ് അതിനകത്ത് കാറ്റഗറൈസ് ചെയ്യുന്നത്? വേസ്റ്റ് ഷാർപ്സ്. ഏതൊക്കെയായിരിക്കാം ഷാർപ്സിൽ വരുന്നത്? നീഡിൽസ്, ഗ്ലാസ്. ഓക്കെ, വെരി ഗുഡ്. പിന്നെന്താ? സിറിഞ്ച്, ബ്ലേഡ് അല്ലെ, കത്രിക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത് അല്ലെ, നിങ്ങൾക്ക് അറിയാം. വേസ്റ്റ് ഷാർപ്സ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ കാറ്റഗറി നമ്പർ 4 വേസ്റ്റ് ഷാർപ്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഏത് കളറുകളിലുള്ള ബാഗുകളിലാണ് നമ്മൾ വേസ്റ്റുകൾ സെപ്പറേറ്റ് ചെയ്യുന്നത്? ബ്ലൂ ഓർ വൈറ്റ് ട്രാൻസ്ലൂസെന്റ് പഞ്ചർ പ്രൂഫ് കണ്ടെയ്നേഴ്സ്. ഓക്കെ, ഈ ട്രാൻസ്ലൂസെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ട്രാൻസ്ലൂസെന്റ് വൈറ്റ് ഓർ ബ്ലൂ കണ്ടെയ്നേഴ്സിലാണ് നമ്മൾ ഈ വേസ്റ്റുകൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ട്രാൻസ്ലൂസെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അർദ്ധസുതാര്യം എന്നാണ് കേട്ടോ, അർദ്ധസുതാര്യം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് വേസ്റ്റുകള് ആ ബാഗുകളിൽ ഇത്ര നമുക്ക് കാണാൻ പറ്റും, പക്ഷേ ഏത് തരത്തിലുള്ള വേസ്റ്റുകളാണ് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് പറ്റില്ല. മനസ്സിലായോ? വേസ്റ്റുകള് നമ്മള് ആ ബാഗുകളിൽ നമ്മള് സെപ്പറേറ്റ് ചെയ്ത് വെക്കുമല്ലോ, ആ വേസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞാല് ആ വേസ്റ്റുകള് നമുക്ക് എന്താണ് ഇട്ടത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇട്ട് വെക്കുന്നത് കാണാൻ പറ്റും, പക്ഷേ ഏത് തരത്തിലുള്ള വേസ്റ്റുകളാണെന്നുള്ളത് തിരിച്ചറിയാനായിട്ട് പറ്റില്ല. ക്ലിയർ ആയോ? അതാണ് അർദ്ധസുതാര്യം എന്ന് പറഞ്ഞാല്.
ബാഗിന്റെ ഉള്ളില് വേസ്റ്റ് കിടക്കുന്നത് കാണാൻ കഴിയും, പക്ഷെ ഏത് തരത്തിലുള്ള വേസ്റ്റുകളാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ എഴുതി വെക്കാട്ടോ അറിയാത്തവര്. ക്ലിയർ ആയിട്ട് നമുക്ക് പുറത്തു നിന്ന് നോക്കിയാൽ ക്ലിയർ ആയിട്ട് ആ വേസ്റ്റുകൾ എന്താണെന്നുള്ളത് കാണാനായിട്ട് കഴിയില്ല. ഓക്കെ ഓക്കെ അപ്പോ ബ്ലൂ ഓർ വൈറ്റ് കണ്ടെയ്നർ ബാഗിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ഈ കാറ്റഗറി നമ്പർ 4 അല്ലെ ഷാർപ്പ് വേസ്റ്റുകള് നമ്മള് ഇത് ചെയ്യുന്നത് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത്. ഇനി ഡിസ്പോസൽ മെത്തേഡ് ഏതൊക്കെയായിരിക്കാം? ഡിസിൻഫെക്റ്റ് ആക്കുന്നുണ്ടല്ലേ, കെമിക്കൽ ട്രീറ്റ്മെന്റുകൾ, കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് അണുക്കളെ നശിപ്പിച്ചു കളയുന്നു. ഓട്ടോക്ലേവ് ഉണ്ട്, അതുപോലെ മൈക്രോവേവിംഗ് എന്താണ് ഹൈ ഫ്രീക്വൻസി വേവ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് അണുക്കളെ നശിപ്പിച്ചു കളയുന്നുണ്ട്. ഇനി എന്താ പറയുന്നത്? മൾട്ടിലാക്ഷൻ. എന്തായിരിക്കാം മൾട്ടിലാക്ഷൻ എന്ന് പറഞ്ഞാല്? മൾട്ടിലാക്ഷൻ എന്ന് പറഞ്ഞാല് വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി കളയുന്നത്. മനസ്സിലായോ? വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ മാറ്റുക, അതാണ് മൾട്ടിലാക്ഷൻ പ്രോസസ്. വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി മാറ്റുന്ന പ്രോസസ്. മൾട്ടിലാക്ഷൻ മീൻസ് വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് മൾട്ടിലാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഷ്രെഡിങ്. എന്താണ് ഷ്രെഡിങ് എന്ന് പറഞ്ഞാല്? ചെറിയ പീസ് ആക്കി മാറ്റുന്നു. വെരി ഗുഡ്. കട്ട് ചെയ്ത് അല്ലെ, കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റുന്നതിനെയാണ് ഷ്രെഡിങ് എന്ന് പറയുന്നത്. ഷ്രെഡിങ് എന്ന് പറഞ്ഞാല് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റുന്ന പ്രോസസ്. മനസ്സിലായോ? മൾട്ടിലാക്ഷൻ ഓർ ഷ്രെഡിങ് ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ കാറ്റഗറി നമ്പർ 4 സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്ന വേസ്റ്റുകളാണ് എന്ത്? ഷാർപ്പ് വേസ്റ്റുകൾ കേട്ടോ. ഷാർപ്പ് വേസ്റ്റുകൾ നമുക്കറിയാം, നീഡിൽസ്, സിറിഞ്ച്, അതുപോലെ കത്രിക, സിസേഴ്സ്, ഓക്കെ, ഗ്ലാസുകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ബാഗുകളിലാക്കിയിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? ബ്ലൂ ഓർ വൈറ്റ് കണ്ടെയ്നേഴ്സിലാക്കിയിട്ട്. ഇങ്ങനെ ഇവിടെ എന്താണ് അർദ്ധസുതാര്യത്തിന്റെ കാര്യം പറയുന്നുണ്ടല്ലേ. അർദ്ധസുതാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേസ്റ്റ് കണ്ടെയ്നറുകളിലാക്കിയിട്ടത് നമുക്ക് കാണാൻ പറ്റും, പക്ഷെ പുറത്തു നിന്ന് നോക്കുമ്പോൾ ഏത് തരത്തിലുള്ള വേസ്റ്റുകളാണ് ഇട്ടിരിക്കുന്നത് എന്ന് ക്ലിയർ ആവാനായിട്ട് പറ്റില്ല, ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ ട്രീറ്റ്മെന്റ്, കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് അണുക്കളെ നശിപ്പിച്ചു കളയുന്ന പ്രോസസ് ഉണ്ട്. ഓട്ടോക്ലേവിംഗ് മെത്തേഡ്സ് ഉണ്ട്. മൈക്രോവേവിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഹൈ ഫ്രീക്വൻസി വേവിന്റെ സഹായത്തോട് കൂടിയിട്ട് അണുക്കളെ നശിപ്പിച്ചു കളയുന്നു. മൾട്ടിലാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി കളയുന്നത്. ഓക്കെ. ഓർ ഷ്രെഡിങ്. ഷ്രെഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യുന്ന പ്രോസസ്. ഓക്കെ, നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റാതെ ആകുന്ന പ്രോസസ്സാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് കളയുന്നു. ക്ലിയർ ആയോ? ഷ്രെഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യുന്നത്.
ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് ആണ് കാറ്റഗറി നമ്പർ 5. എന്തൊക്കെയായിരിക്കാം വേസ്റ്റുകൾ വരുന്നത്? ഡിസ്കാർഡഡ് മെഡിസിൻ ഓർ സൈറ്റോടോക്സിക് ഡ്രഗ്സ് അല്ലെ, നമുക്കറിയാം. വെരി ഗുഡ്. എക്സ്പയറി ആയിട്ടുള്ള സൈറ്റോടോക്സിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് ആർക്കാണ്? ക്യാൻസർ പേഷ്യൻസിനൊക്കെയാണ് അല്ലെ. അപ്പോ ഓക്കെ, അപ്പൊ എന്താണ്? ലിവിങ് തിങ്സിനെ നശിപ്പിക്കാൻ കഴിവുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഈ സൈറ്റോടോക്സിക് എന്ന് പറയുന്നത്. അപ്പോ ക്യാൻസർ പേഷ്യൻസിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെയുള്ള എന്താണ് ഈ മെഡിസിൻസുകൾ എങ്ങനെയാണ് വേസ്റ്റുകൾ ആകുന്നത്? എക്സ്പയറി ആകുമ്പോൾ, എക്സ്പയറി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ ആകുമ്പോഴാണ് ഇങ്ങനെയുള്ള വേസ്റ്റുകൾ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള വേസ്റ്റുകൾ ഏത് കളറിലുള്ള ബാഗുകളിലാക്കിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്? ബ്ലാക്ക് ഓർ റെഡ്. അടിയിൽ മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ, വരച്ച് വെക്കാം. ഓരോന്ന് പറയുമ്പോഴ് ഏത് കളറ് ബാഗുകളൊന്നും മാറിപ്പോവരുത് കേട്ടോ. സെപ്പറേറ്റ് ആക്കിയിട്ട് ഓരോന്നും, ചിലപ്പോ റെഡ് പെന്നെ കൊണ്ടോ അല്ലെങ്കിൽ എന്താണ് ഈ ഗ്രീൻ പെന്നെ കൊണ്ടൊക്കെ അടിയിൽ വരച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോ ബ്ലാക്ക് ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗുകളിലാക്കിയിട്ടാണ് നമ്മള് ഈ സൈറ്റോടോക്സിക് ഡ്രഗ്സ് അങ്ങനെയുള്ള വേസ്റ്റുകൾ നമ്മൾ സെപ്പറേറ്റ് ആക്കുന്നത്. ഇനി ഡിസ്പോസൽ മെത്തേഡ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഇൻസിനറേഷൻ ഉണ്ട്. ഓക്കെ, ആഷ് ആക്കി മാറ്റുന്ന പ്രോസസ്സ്. പിന്നെ എന്തൊക്കെയാണ് വരുന്നത്? ഡിസ്ട്രക്ഷൻസ് ആൻഡ് ഡ്രഗ്സ് ഡിസ്പോസൽ ഇൻ സെക്യൂർഡ് ലാൻഡ്ഫിൽ. എന്താണ് ലാൻഡ്ഫിൽ? ലാൻഡ്ഫിൽ എന്താണ് പറഞ്ഞല്ലോ ഞാൻ. ആളൊഴിഞ്ഞ പ്രദേശം നോക്കിയിട്ട് ആ വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡംപ് ചെയ്യുന്നല്ലേ. ഓക്കെ, അങ്ങനെ ആളൊഴിഞ്ഞ ഒരു പ്രദേശം നോക്കിയിട്ട് വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്ന ആ പ്രക്രിയ അല്ലെങ്കിൽ ആ പ്രോസസ്സിനെയാണ് നമ്മൾ ലാൻഡ് ഫിൽസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നോക്കുന്നത്: ഇൻസിനറേഷൻ ആൻഡ് ലാൻഡ് ഫിൽസ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് കാറ്റഗറി ആണ് ഇത് കാറ്റഗറി നമ്പർ 6, സോയിൽഡ് വേസ്റ്റ്. സോയിൽഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏതൊക്കെ വരാം? ബോഡി ഫ്ലൂയിഡ്സ്, പിന്നെ ഏതൊക്കെയാണ്? ലിനൻ, ബാൻഡേജ്, കോട്ടൺ തുണികള് അല്ലെ, ഇതൊക്കെ വരാം അല്ലെ. ഓക്കെ, അതാണ് സോയിൽഡ് വേസ്റ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, ഏത് കളറിലുള്ള ബാഗുകളിലാക്കിയിട്ടാണ് വെക്കുന്നത്? ഏത് കളറായിരിക്കും? യെല്ലോ. ഓക്കെ, യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് ആണ് കേട്ടോ. അപ്പൊ മിക്ക വേസ്റ്റുകളും യെല്ലോ പ്ലാസ്റ്റിക് ബാഗുകളിലാക്കിയിട്ടാണ് വെക്കുന്നത്. മാറിപ്പോവരുത് കേട്ടോ, കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ. ബാഗുകളുടെ കാര്യം ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സോയിൽഡ് വേസ്റ്റ് യെല്ലോ പ്ലാസ്റ്റിക് ബാഗുകളിലാക്കിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത്. യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട് കേട്ടോ. കൊടുത്തിട്ടുണ്ടേ യെല്ലോ ഓർ റെഡ് കേട്ടോ. ഓക്കെ, ഇനി വേസ്റ്റുകൾ ഡംപ് ചെയ്യും. ടെക്സ്റ്റിലില്ലേ? ടെക്സ്റ്റിൽ ഇല്ലാത്തവര് അവിടെ ഉണ്ട്. ഓക്കെ, ഇല്ലാത്തവര് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. റെഡ് ഓർ യെല്ലോ എന്നുള്ളത് നെക്സ്റ്റ് പേജിലാണ് കൊടുത്തിരിക്കുന്നത്. റെഡ്, അതാണ് മിസ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ കിട്ടിയോ അഫ്ല? ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു യെല്ലോ ആൻഡ് റെഡ് പ്ലാസ്റ്റിക് ബാഗുകളിലാക്കിയിട്ടാണ് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത് പറഞ്ഞല്ലേ. ഇനി ഏതൊക്കെ ഡിസ്പോസൽ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്? ഇൻസിനറേഷൻ, ഇനി മൈക്രോവേവിംഗ്, അതുപോലെ തന്നെ ഓട്ടോക്ലേവ് അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ ബോക്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അറിയാലോ ഇൻസിനറേഷൻ, അതുപോലെ ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ആരെങ്കിലും ഈ പ്രോസസ് അറിയാത്തവരുണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രയും വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. കാറ്റഗറി നമ്പർ 6 വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. മനസ്സിരുത്തി വായിക്കാം കേട്ടോ.
ക്ലിയർ ആയോ? കാറ്റഗറി നമ്പർ 6 വരെ ഓക്കെ ആണോ? നെക്സ്റ്റ് ആണ് കാറ്റഗറി നമ്പർ 7, സോളിഡ് വേസ്റ്റ്. എന്തൊക്കെ വരാം സോളിഡ് വേസ്റ്റില്? ഏതൊക്കെ ടൈപ്പ് ഓഫ് വേസ്റ്റ് ആയിരിക്കും സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത്? കത്തീറ്റേഴ്സ്, ഓക്കെ. പിന്നെ അല്ലെ ട്യൂബുകള്, ടെസ്റ്റ് ട്യൂബുകള് അല്ലെ, ഇൻട്രാവെനസ് ട്യൂബുകള്, ഓക്കെ. അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് നമ്മള് ഈ സോളിഡ് വേസ്റ്റുകളായിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് ട്യൂബിംഗ്, കത്തീറ്റർ, ഇൻട്രാവെനസ് സിസ്റ്റം. അപ്പൊ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള വേസ്റ്റുകളാണ് നമ്മള് ഈ സോളിഡ് വേസ്റ്റുകളായിട്ട് പറയുന്നത്. ഏത് തരത്തിലുള്ള ബാഗുകളിലാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? റെഡ് അല്ലേ, റെഡ് കളർ പ്ലാസ്റ്റിക് ബാഗുകളിലാണ് നമ്മള് സെപ്പറേറ്റ് ആക്കി വെക്കുന്നത്. ഇനി ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഡിസ്പോസൽ മെത്തേഡുകള്? കെമിക്കൽസ് ട്രീറ്റ്മെന്റ് അല്ലെ, കെമിക്കൽ ഉപയോഗിച്ചിട്ട് ഡിസിൻഫെക്റ്റ് ആക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? ഓട്ടോക്ലേവ്സ് ഉണ്ട്, മൈക്രോവേവിംഗ് ഉണ്ട്, മൾട്ടിലാഷൻ, ഷെഡിങ് അല്ലെ, ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഷാർപ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ എന്താണ് ചെറിയ ചെറിയ ട്യൂബ് എന്താണ് പീസുകളാക്കിയിട്ട് കട്ട് ചെയ്ത് കളയുന്നു കേട്ടോ. വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാക്കി മാറ്റുന്നു. ഓക്കെ, ക്ലിയർ ആയില്ലേ? കാറ്റഗറി നമ്പർ 7 നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത് ആ. ഇനി കാറ്റഗറി നമ്പർ 8, ലിക്വിഡ് വേസ്റ്റുകൾ. ഏതൊക്കെ ടൈപ്സ് വരാം ലിക്വിഡ് വേസ്റ്റ്? എക്സാമ്പിൾ ഓർത്ത് നോക്കിയേ. ലിക്വിഡ് വേസ്റ്റുകള്, ലിക്വിഡ് ഏതൊക്കെയാണ് ലിക്വിഡ് വേസ്റ്റുകള്? ലിക്വിഡ് ക്ലീനേഴ്സ്, ബ്ലഡ്, ഇതൊക്കെ വരാല്ലേ, ബോഡി ഫ്ലൂയിഡ്സ് അല്ലേ, ഇതൊക്കെയല്ലേ ലിക്വിഡ് വേസ്റ്റുകളായിട്ട് വരുന്നത്. യൂറിൻ അല്ലേ, ഇതൊക്കെ എന്താ ലിക്വിഡ് അല്ലേ, മനുഷ്യന്റെ യൂറിൻ അതുപോലെ ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, ഇതൊക്കെ എന്താണ് ലിക്വിഡ് വേസ്റ്റുകളാണ്. ഈ ലിക്വിഡ് വേസ്റ്റുകൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഒരു ബാഗിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കില്ല. പകരം എന്താ ചെയ്യുന്നത്? ഡിസ്പോസൽ ചെയ്ത് കളയോ അല്ലെ. ഡിസിൻഫെക്റ്റിംഗ് ബൈ കെമിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്ചാർജ് ഇൻടു ഡ്രെയിൻസ്. എന്താണ് കെമിക്കൽ ട്രീറ്റ്മെന്റുകൾ, കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് അണുവിമുക്തമാക്കുകയും അതുപോലെ തന്നെ ഡ്രെയിനേജ് എന്താണ്? ഡ്രെയിനേജ് എന്താ? വേസ്റ്റ് പോകുന്നത്. ഓക്കെ, നമ്മള് ജലം അല്ലെ, ജലസേചനം എന്നൊക്കെ പറയല്ലേ, എന്താണ് ജലം കുഴിച്ചിട്ട് അടച്ചു കളയില്ലേ. ഓക്കെ, അതാണ് ഡ്രെയിനേജ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് ഡിസിൻഫെക്റ്റ് ആക്കിയതിനു ശേഷം ഡ്രെയിനേജ് ഉപയോഗിച്ചത് ഫുള്ളും എന്ത് ചെയ്ത് കളയുന്നുണ്ട്? ഡിസ്പോസൽ ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ലിക്വിഡ്സ് വേസ്റ്റ് പുറന്തള്ളി കളയുന്നത്. ഓക്കെ, ഡിസിൻഫെക്റ്റ് ആക്കിയതിനു ശേഷം കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് ഡിസിൻഫെക്റ്റ് ആക്കി അതിനുശേഷം ഡ്രെയിനേജ് സംവിധാനം വഴി വേസ്റ്റുകൾ കളയുന്നു, ഡിസ്പോസൽ ചെയ്ത് കളയുന്നു. ഓക്കെ, ക്ലിയർ ആയില്ലേ? ലിക്വിഡ് വേസ്റ്റ് കേട്ടോ. ലിക്വിഡ് വേസ്റ്റുകൾ നമ്മൾ സാധാരണയായിട്ട് ഇവിടെ എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കാറില്ല. അത് കെമിക്കൽസ് ട്രീറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് കെമിക്കൽസ് വഴി ഡിസിൻഫെക്റ്റ് ആക്കിയിട്ട് അത് ഡ്രെയിനേജ് സംവിധാനം വഴി പുറന്തള്ളുന്നു. ഇനി എന്താണ് കാറ്റഗറി നമ്പർ 9? കാറ്റഗറി നമ്പർ 9 എന്താണ്? ഇൻസിനറേഷൻ ആഷ് അല്ലെ. ദഹിപ്പിക്കുമ്പോ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടാറുണ്ട്? എന്താ കിട്ടാം? ഓരോ വേസ്റ്റുകളും ദഹിപ്പിച്ച് കളയുമ്പോ ഇൻസിനറേറ്ററിലിട്ട് ചാരം, ആഷ് അല്ലെ, ആഷ് കിട്ടാറുണ്ട്. ആ ആഷ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വേസ്റ്റ് ആണ് അല്ലെ. ഈ വേസ്റ്റ് ഏത് കളർ ബാഗിലാണ് ഇടാറ്? സെപ്പറേറ്റ് ആക്കി വെക്കുന്നത്
ബ്ലാക്ക് പ്ലാസ്റ്റിക് കവറിലാണ്, പ്ലാസ്റ്റിക് ബാഗുകളിലാണ് എന്ത് ചെയ്യാറ്, സെപ്പറേറ്റ് ആക്കി വെക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി എന്താണ് അതിന്റെ ഡിസ്പോസൽ സംവിധാനം എങ്ങനെയാണ്? ഡിസ്പോസൽ മുനിസിപ്പൽ ലാൻഡ്ഫില്ല്. ഓക്കെ, അറിയാലോ, ആളുകളുടെ പ്രദേശം നോക്കിയിട്ട് വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്ന പ്രോസസ്. ഇനി കാറ്റഗറി നമ്പർ 10, ലാസ്റ്റ് വൺ ആണ് കാറ്റഗറി നമ്പർ 10, കെമിക്കൽ വേസ്റ്റുകൾ. ഈ കെമിക്കൽ വേസ്റ്റുകൾ എന്തൊക്കെ പെടും? കെമിക്കൽ ആയിട്ട് വരുന്നത് ഒന്ന് ഓർത്ത് നോക്കിയേ. ഓക്കെ, പിന്നെ ആസിഡ്സ്, ഓക്കെ, പെസ്റ്റിസിഡ്സ്, പിന്നെ കെമിക്കൽ ആസിഡ്സ്. പിന്നെ ഈ ആസിഡ്സുകൾ മാത്രമുള്ള, ആസിഡ്സും ഇതൊക്കെയുള്ള കെമിക്കൽസ് ആയിട്ട് ഒന്ന് ഓർത്ത് നോക്കി. വേറെ ഏതെങ്കിലും പറ്റുമോ? സോൾവെന്റ്, പിന്നെ ഡ്രഗുകൾ വരുമോ? ലോഷൻസ്, ഓക്കെ. എക്സ്പയറി ആയിട്ടുള്ള ഡ്രഗ്സുകൾ വരില്ലേ? അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. സബ്സ്റ്റൻസ്, ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് കെമിക്കൽസ് വേസ്റ്റ് ആയിട്ട് വരുന്നത്. ഈ കെമിക്കൽസ് വേസ്റ്റിൽ നമ്മൾ പറഞ്ഞു അല്ലെ, ലിക്വിഡ്സ് വരാം ഇല്ലേ? ക്ലീനിങ്ങിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ക്ലീനേഴ്സ് പറഞ്ഞില്ലേ? അപ്പോ ലിക്വിഡ് വേസ്റ്റുകളും ഈ കെമിക്കൽ വേസ്റ്റുകളായിട്ട് വരുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ കെമിക്കൽ വേസ്റ്റുകള് ഈ ലിക്വിഡ്സുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കെമിക്കൽ വേസ്റ്റുകളിൽ അപ്പോ ഇങ്ങനെയുള്ള ലിക്വിഡ്സ് വരുമ്പോ അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമോ? ഇല്ല. ഇനി ഓക്കെ, ഇല്ല എന്ന് പറഞ്ഞു. ഇനി അതെങ്ങനെ ചെയ്യാം? അതെങ്ങനെയാണ് ഡിസ്പോസൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞു നോക്കി. ഡ്രെയിനേജ് അല്ലെ, ഡിസിൻഫെക്ട് ആക്കി കെമിക്കൽ ട്രീറ്റ്മെന്റ് വഴി ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസിൻഫെക്ട് ആക്കിയിട്ട് ഡ്രെയിനേജ് സംവിധാനം വഴി പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. ലാൻഡ് ഫില്ലാണോ? അപ്പിലേക്ക് എന്താ പറ്റിയ? ഞാൻ കെമിക്കൽസിന്റെ കാര്യമാണ് ചോദിച്ചത്. ഓക്കെ, കെമിക്കൽസ്. ഇനി കെമിക്കൽസ് അല്ലാത്ത വേസ്റ്റുകൾ അല്ലെ, ഇപ്പൊ എക്സ്പയറി ആയിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ കെമിക്കൽ വേസ്റ്റിൽ വരും. ഈ ഡ്രഗ്സ് നമുക്ക് ഡ്രെയിനേജ് വഴി നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലേ? അപ്പൊ എന്ത് ചെയ്യും? പ്ലാസ്റ്റിക് ബാഗുകളിലാക്കിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ലിക്വിഡ്സ് മാത്രം ഓർത്ത് വെക്കാട്ടോ. ലിക്വിഡ്സുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ അത് സെപ്പറേറ്റ് ചെയ്ത് ബാഗുകളിലാക്കിയിട്ട് നമ്മൾ വെക്കില്ല. ഓക്കെ, കെമിക്കൽ വേസ്റ്റില് ലിക്വിഡ്സ് വരാം, അതുപോലെ തന്നെ അതർ വേസ്റ്റുകളും വരാം. അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാട്ടോ. ഓക്കെ, കെമിക്കൽ വേസ്റ്റുകളില് ലിക്വിഡ്സും വരാം, അതുപോലെ തന്നെ അതർ വേസ്റ്റുകളും വരാം. ഓക്കെ, അതർ വേസ്റ്റുകൾ ഇങ്ങനെയുള്ള എക്സ്പയറി മെഡിസിൻസ് ഒക്കെ കെമിക്കൽ വേസ്റ്റുകളാണ്. ആ വേസ്റ്റുകൾ എവിടെയാണ്, ഏത് കളർ ബാഗിലാണ് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത്? അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗ്. ഓക്കെ, മനസ്സിലായോ? കണക്ഷൻ കിട്ടിയോ? ഓക്കെ, അപ്പൊ ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗിലാണ് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത്. ഇനി അങ്ങനെയുള്ള വേസ്റ്റ് ഏത് സംവിധാനം വഴിയാണ് ഡിസ്പോസൽ ചെയ്യുന്നത്? ഏതായിരിക്കും? ലാൻഡ് ഫില്ല് വഴി അല്ലേ? ഓക്കെ, അപ്പൊ മനസ്സിലായോ? രണ്ട് കണക്ഷനും കിട്ടിയോ? കെമിക്കല് വേസ്റ്റില് ലിക്വിഡ്സും വരും, അതുപോലെ തന്നെ അതർ വേസ്റ്റുകളും വരാം. ലിക്വിഡ്സ് ആണെങ്കിൽ ഡ്രെയിനേജ് സംവിധാനം വഴി വേസ്റ്റുകൾ പുറന്തള്ളി കളയുന്നു. അതുപോലെ തന്നെ അതർ വേസ്റ്റുകൾ ആണെങ്കിൽ ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗുകളിലാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ലാൻഡ് ഫിൽ സംവിധാനമാണ് അവിടെ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. അവിടെ എഴുതി വെക്കാം കേട്ടോ. അതെ, നോട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടോ? കാറ്റഗറി 8 and 10 ലിക്വിഡ്. അപ്പൊ ഈ 8ലും 10ലും ലിക്വിഡ് വേസ്റ്റുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യില്ല? ഡു നോട്ട് റിക്വയർ കണ്ടെയ്നേഴ്സ് ഓർ ബാഗ്സ്. ബാഗുകളിൽ ആക്കിയിട്ട് സെപ്പറേറ്റ് നമ്മൾ ചെയ്യില്ല. ഓക്കെ,
നെക്സ്റ്റ് മിസ് ഇത്ര വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും വരെ വായിച്ച് പഠിച്ചിട്ട് വരാം. ക്ലിയർ ആണോ? 10 കാറ്റഗറി വരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ബോക്സ് മറക്കാതെ പഠിക്കാം. ബോക്സ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ലോ ഉണ്ട്. 2 ലോ ആണ് പറഞ്ഞത് കേട്ടോ. ഫസ്റ്റ് ലോ പറഞ്ഞത് അതർ വേസ്റ്റുമായിട്ട് കമ്പൈൻ ചെയ്യാൻ പാടില്ല ഇത് ബയോമെഡിക്കൽ വേസ്റ്റ്. അതുപോലെ തന്നെ ഓരോ കണ്ടെയ്നറുകളിലാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്താണ് ഈ വേസ്റ്റുകൾ സൂക്ഷിക്കേണ്ടത്. ഓക്കെ. അതുപോലെ തന്നെ ഡ്യൂട്ടി ഓഫ് ഓക്യുപ്പയർ നോക്കാം. സിമ്പിൾ ആണ് അത് പറഞ്ഞത് കേട്ടോ. മനസ്സിലായോ? ഡ്യൂട്ടി ഓഫ് ഓക്യുപ്പയർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ് ആണ്. ഫസ്റ്റ് പറഞ്ഞത് ഡ്യൂട്ടി ഓഫ് ഓക്യുപ്പയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ എന്താണ് ഹോസ്പിറ്റലുകളിൽ നിന്ന്, നഴ്സിംഗ് ഹോംസിൽ നിന്ന്, ക്ലിനിക്സിൽ നിന്ന് പല പല വേസ്റ്റുകൾ, പാത്തോളജിക്കൽ ലബോറട്ടറി, അതുപോലെ ബ്ലഡ് ബാങ്കിൽ ഒക്കെ പല പല വേസ്റ്റുകൾ നമുക്ക് കിട്ടും. അതിനെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആക്കിയിട്ട് ഓരോ കണ്ടെയ്നേഴ്സിലാക്കി സൂക്ഷിച്ചത് ഡിസ്പോസൽ ചെയ്യണം. ആർക്ക് ദോഷകരമാവാത്ത വിധത്തില് എൻവയോൺമെന്റിനും ഹ്യൂമൻ ഹെൽത്തിനും ഒരു നെഗറ്റീവ് ഇമ്പാക്ട് അല്ലെങ്കിൽ അവർക്ക് ദോഷകരം ഉണ്ടാകാത്ത രീതിയിൽ അത് ഡിസ്പോസൽ ചെയ്ത് കളയേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? ഡ്യൂട്ടി ഓഫ് ഓക്യുപ്പയറുടേതാണ്. ഓക്യുപ്പയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷൻ ഏരിയയിലെ ഒരു വ്യക്തി. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ആണ് ഇത്. ഓക്കെ, എൻവയോൺമെന്റിനും അതുപോലെ തന്നെ ഹ്യൂമൻ ഹെൽത്തിനും ദോഷകരം ഉണ്ടാക്കാത്ത രീതിയിൽ വേസ്റ്റുകൾ ഡിസ്പോസൽ ചെയ്ത് കളയാനായിട്ട്. ഓക്കെ, ഈ ഓക്യുപ്പയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ ഏരിയ കൺട്രോൾ ചെയ്യുന്ന ഒരു മെയിൻ ആയിട്ടുള്ള വ്യക്തിയാണ് ഓക്യുപ്പയർ. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്. ഫസ്റ്റ് വൺ വേസ്റ്റ് കളക്ഷൻ, അതുപോലെ തന്നെ സെഗ്രിഗേഷൻ. പല പല കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് നമ്മൾ ഇടണം, സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന്റെ ബോക്സ് ആണ് നമ്മൾ 10 കാറ്റഗറീസ് ആയിട്ട് പഠിച്ചിരിക്കുന്നത് കേട്ടോ. ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് പഠിക്കാം. ഏതൊക്കെ വരും? ഹ്യൂമൻ അനാറ്റോമിക്കൽ വേസ്റ്റിൽ ഏതൊക്കെ വരും? ഏത് ബാഗിലാണ്? അതുപോലെ തന്നെ ഏത് ഡിസ്പോസലിലാണ് വരുന്നത് കേട്ടോ. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചില്ലേ? ഓരോ വേസ്റ്റുകൾ പല പല ഹോസ്പിറ്റൽസ്, ക്ലിനിക്, പാത്തോളജിക്കൽ, അതിൽ നിന്നൊക്കെ പല പല വേസ്റ്റുകൾ നമുക്ക് കിട്ടും അല്ലെ. ഈ വേസ്റ്റുകൾ എന്ത് ചെയ്യണം? നമ്മള് സെപ്പറേറ്റ് ആക്കി പല കളർ ബാഗ്സിലാക്കിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കണം. അത്രേ ഉള്ളൂ. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യാതെ തിരിക്കുക എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? ഇത്രയും വരെ ഉള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും വരെ പഠിച്ചിട്ട് വരാം. ഓക്കെ, വായിക്കാതിരിക്കരുത് കേട്ടോ. വായിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. ഇനി ഒരു മന്തേ ഉള്ളൂ. മന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാം വരും. ഓക്കെ, താങ്ക് യു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല, ഡൗട്ട് ഒന്നും ഇല്ല. ഓക്കെ, താങ്ക് യു.